ഒന്നോ രണ്ടോ നല്ല ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഞങ്ങൾ ടീംസ് ഡിവൈഡ് ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരം ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് അസാമീസ്, ഹിന്ദി കുറച്ച് മാത്രം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തിരുമല നിന്നു അസാമീസ് അവരുടെ ഡിസ്ട്രിക്ട് ഹാസോയി അവരുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാളിന് കൊണ്ടുവന്നിട്ട് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. എത്ര മണിക്കാണ് മിസ്സായതെന്ന് എന്നാണ്? അതെ, ഞങ്ങൾ ആദ്യം 8 മണിക്ക് പേരൻസ് രണ്ടുപേർ പുറത്തു പോയി. 2 പേരൻസ് പുറത്തു പോയിട്ട് അത് കഴിഞ്ഞിട്ട് 13 വയസ്സുള്ള കുട്ടി 9 വയസ്സുള്ള കുട്ടി 2 പേർക്ക് കുറച്ച് തർക്കമായി. പിന്നെ വീട്ടിൽ നിന്ന് ഫോണിൽ അമ്മനെ വിളിച്ചു. പിന്നെ അമ്മ വന്നു. ഏകദേശം ഒരു 9:45 ഫോണിൽ കാണുമ്പോൾ 9:45 അമ്മ ഇവിടെ വന്നു. പിന്നെ 2 കുട്ടി കുറച്ച് ചീത്ത പറഞ്ഞു. പിന്നെ 9 വയസ്സുള്ള കുട്ടിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കുട്ടി പുറത്തേക്ക് പോയി. ഈ വസ്ത്രങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? എങ്ങനെ? ഡ്രസ്സും എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഡ്രസ്സ് എടുത്തിട്ട് ഒരു ബാഗും ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ തെളിവിനായി എന്തെങ്കിലും കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ മീഡിയ എല്ലാവരും പബ്ലിഷ് ചെയ്തുകൊണ്ട് എല്ലായിടത്തു നിന്നും കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ 1-2 ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് അനുസരിച്ചിട്ട് സൂചന അല്ല, കുറച്ച് CCTV ദൃശ്യങ്ങൾ കുട്ടി പോലെ കാണുന്ന അങ്ങനെ കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം റെയിൽവേനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം 10 മണിക്കാണ് കുട്ടി ഇവിടെ നിന്ന് പോയത്. കഴിഞ്ഞിട്ട് 4 മണിക്കാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു 6 മണിക്കൂറിലെ ക്രൂഷ്യൽ ടൈം ഞങ്ങൾക്ക് ലോസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരംഭിക്കുന്നത് FIR 4:30 ഇട്ടത്. പിന്നെ ഇവിടെ 5 മണിക്ക് 6 മണിക്കൂർ കൊണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഇനീഷ്യൽ ക്രൂഷ്യൽ ടൈം ലോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് നൈറ്റ് തന്നെ ഏകദേശം ഈ സൈഡ് ആദ്യം തന്നെ ഈ സൈഡ് നോക്കിയിട്ടുണ്ട്. ദ ലെഫ്റ്റ് സൈഡ് വേർ വി ആർ സ്റ്റാൻഡിങ്. ഈ സൈഡ് എല്ലാം ഇവിടെ അപ്രോച്ച് റൂട്ട്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് CCTV ഇപ്പോൾ നോക്കി. ഈ പിണങ്ങി പോയതുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ? പിണങ്ങി പോയതാണെന്നല്ലേ പറയുന്നവര്? മനസ്സിലായില്ല. ഈ അവര് പിണങ്ങി പോയതാണല്ലോ പറയുന്നത്. അത് ആ സാധ്യത ഉണ്ട്. We are hoping that nothing bad happens to the kid. That is the എനിക്ക് will continue the investigation. അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാധ്യതയുണ്ട്. കാരണം 4 മണിക്ക് ഒരു അസം ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ ഇൻഫർമേഷൻ കൊടുത്തു. RPFക്കും ഞങ്ങൾ റെയിൽവേ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. അവിടെ ആ ട്രെയിനിൽ നോക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും CCTV ഉണ്ടോ? അത് നോക്കാനുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂയിങ് ആണ്. കൂടുതൽ ഇൻഫർമേഷൻ വന്നാൽ ഞാൻ ഇവിടെ 20 ദിവസമായി. 20 ദിവസം മാത്രമായി. 28-ാം തീയതിയാണ് ഇവിടെ വന്നത്. കൂടുതൽ സ്കൂളിൽ പോകുന്നില്ല കുട്ടി. അഡ്മിഷന് വേണ്ടി ജസ്റ്റ് 2-3 ദിവസം മുമ്പാണ് അങ്ങോട്ട് സ്കൂളിലോട്ട് എത്തിയത്. പക്ഷേ അഡ്മിഷൻ ഇതുവരെ ആയിട്ടില്ല. നാട്ടുകാർ പറയുന്നത് കുട്ടി കൂടുതലായിട്ട് പുറത്തു വരില്ല. രശ്മ, ഇന്ന് രാത്രി മുഴുവൻ തിരച്ചിലുണ്ടാകും. ചില CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടി തന്നെയാണ് എന്നുള്ള ഒരു ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ തന്നെയാണോ ആ CCTVയിൽ ഉള്ളത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പരിസരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലവിൽ ഈ പരിസരത്ത് നിന്നും ലഭിച്ച CCTV ദൃശ്യത്തിൽ ആ കുട്ടി തന്നെയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി ഇന്ന് രാത്രി തന്നെ ആ കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്.